രാമായണത്തെക്കുറിച്ച് ധാരാളം കമന്റുകൾ വാട്സപ്പിൽ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചിന്തിച്ചു നോക്കാം. ഈ മാസം 25-ാം തീയതി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് രാമായണ മാസം ആഘോഷിക്കുകയാണ്. ധാരാളം പേര് വിമർശിക്കുന്നുണ്ട്, എതിർക്കുന്നുണ്ട്, പുച്ഛിക്കുന്നുണ്ട്, അവഹേളിക്കുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യട്ടെ. ഓരോ SFIക്കാരനും ഓരോ DYFIക്കാരനും ഓരോ CPM-കാരനും ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഇത് പറയാണ്. 1918, 19, 20 കാലയളവിൽ, അല്ലെങ്കിൽ 17, 18, 19 കാലയളവിലാണ് ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും ഭാരതത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും ഭാരതത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ്, 1917, 18, 19. നിങ്ങൾ ആലോചിച്ച് നോക്കാം. അത് പഠിച്ച കുറേ പേര് കമ്മ്യൂണിസത്തിന്റെ പേരിൽ ഇലക്ഷന് നിന്നു. ഭാരതത്തിലെ നെഹ്റു ഭരിച്ചിരുന്ന കാലത്ത് ഏറ്റവും വലിയ പ്രതിപക്ഷമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. കാലം കുറെ കഴിഞ്ഞു. നിങ്ങളിന്ന് കുത്തിയിരുന്നൊരു 10 മിനിറ്റ് ചിന്തിക്കാം. ഇന്ന് യെച്ചൂരിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ബാലകൃഷ്ണൻ കോടിയേരിയുണ്ട്, അവരുടെ മക്കളുണ്ട്, പിണറായി വിജയനുണ്ട്, ധാരാളം വ്യക്തികൾ, നല്ല വിദ്യാഭ്യാസമുള്ള സിനിമാ നടന്മാരെ, കമാലുദ്ദീനുണ്ട്, MT വാസുദേവൻ നായരുണ്ട്, ഇടതുപക്ഷത്തോട് ചായ്വുള്ള 300 ബുദ്ധിജീവികളും എഴുത്തുകാരുമുണ്ട്. ഇത്രയും പേരിൽ എത്ര പേര് ഈ 3 പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വായിച്ചിട്ടുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കാം. വെറുതെ ചിന്തിച്ചു നോക്കാം. എന്താ ചിന്തിച്ചു നോക്കേണ്ടത്? ഡയലക്ടിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം മലയാളത്തിൽ അവൈലബിൾ ആണ്. മൂലധനം, ദാസ് ക്യാപിറ്റൽ മലയാളത്തിൽ അവൈലബിൾ ആണ്. അപ്പോ അതുപോലെ തന്നെ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം, ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മലയാളത്തിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. റഷ്യയിൽ മാത്രമൊന്നുമല്ല, മറ്റ് ലാംഗ്വേജിൽ മാത്രമൊന്നുമല്ല. അപ്പോൾ ഇത് എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഈ SFI ലീഡേഴ്സിൽ, DYFIയുടെ ലീഡേഴ്സിൽ, ഇന്ന് കേരളം ഭരിക്കുന്നവരിൽ, മന്ത്രിമാരിൽ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. എത്ര പേർക്ക് വായിച്ചാൽ അത് മനസ്സിലാവും അതിൻ്റെ ഒരു പാരഗ്രാഫ് എങ്കിലും? ഒന്ന് ആലോചിച്ച് നോക്കാം. നല്ലോണം ആലോചിക്കണം. 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടത് കൊണ്ട് കൂടുതൽ ഞാൻ പ്രസംഗം മാതിരി പറയുന്നില്ല. ഇനി 100 വർഷം മുമ്പ് എഴുതിയ 3 പുസ്തകങ്ങളാണ് ഇത്. ത്രേതായുഗത്തിൽ എത്ര വർഷം വേണമെങ്കിലും ആയിക്കോട്ടെ, 5000, 6000, 2000, 3000, 10000 ത്രേതായുഗത്തിൽ എഴുതിയ വാൽമീകി രാമായണം. അത് എത്ര പേര് വായിച്ചിട്ടുണ്ടാവും? ഇപ്പോഴും അത് എത്ര പേര് വായിക്കുന്നുണ്ട്? അത് വായിക്കാതെ അതിനെ പുച്ഛിച്ചും അവഹേളിച്ചും എതിർത്തും ഇരുന്നവർ ഇപ്പൊ എവിടെ ഇരിക്കുന്നു? 24,000 ശ്ലോകമാണ്. ദാസ് ക്യാപിറ്റലുമാരി ചെറിയ പുസ്തകമൊന്നുമല്ല. അധ്യാത്മരാമായണം ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഗമാണ്. എഴുത്തച്ഛൻ അത് ഭംഗിയായിട്ട് എഴുതിയതാണ്. ഏതാണ്ട് 10, 300, 220 രാമായണം കേരളത്തിലുണ്ട്, പല പല രീതിയിൽ എഴുതിയതാണ്. 10, 300 രാമായണം തമിഴിലുണ്ട്, 10, 430 രാമായണം ആന്ധ്രയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ രാമായണങ്ങൾ തുളസീദാസ രാമായണവും കമ്പരാമായണവും അവനവന് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് പലരും എഴുതിയിട്ടുണ്ട്. ആരും എതിർത്തിട്ടില്ല, ഒന്നും യൂസ്ലെസ് ആണെന്ന് പറഞ്ഞിട്ടുമില്ല. അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ബൈബിളിൽ അങ്ങനെ ചെയ്യാൻ പെർമിഷൻ ഇല്ല, ഖുറാനിൽ അങ്ങനെ ചെയ്യാൻ പെർമിഷൻ ഇല്ല. ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും ഡയലക്ടിക്കൽ മെറ്റീരിയലിസിലും ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല, ചെയ്തിട്ടില്ല. ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പ് തന്നെ അത് മനുഷ്യ മസ്തിഷ്കത്തിൽ നിന്ന് പൊയ്ക്കഴിഞ്ഞു. ഈ രാമായണം എന്തുകൊണ്ട് നിന്നു? ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും DYFIക്കാരനും SFIക്കാരനും അറിയണം. നമ്മളെ ഭരിക്കുന്ന ഓരോ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അറിയണം. എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ രാമായണ മാസം ആചരിക്കാൻ തീരുമാനിച്ചു? എന്തുകൊണ്ട് ജന്മാഷ്ടമി ആഘോഷിക്കാൻ തീരുമാനിച്ചു? ശ്രീകൃഷ്ണനെ അവഹേളിച്ച് പുച്ഛിച്ച് എതിർത്ത്, ശ്രീരാമനെ അവഹേളിച്ച് പുച്ഛിച്ച് എതിർത്ത് കരിവാരി തേച്ചവർ തന്നെ അത് ആരോടോ ഉള്ള വാശിയോ പ്രതിഷേധമോ തീർക്കാൻ വേണ്ടിയാണെങ്കിലും നിങ്ങളത് ആഘോഷിക്കുന്നുണ്ട്. ഇനി അവഹേളിക്കുന്ന വിധത്തിൽ ആഘോഷിച്ചാൽ എന്താണ് പരിണത ഫലം എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നാരായണ ഗുരുദേവനെ കുരിശിൽ തറച്ചപ്പോ എന്താണോ കാണിക്കാനും കാണിപ്പിക്കാനും ഉദ്ദേശിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ചെയ്യുന്നത് മുഴുവനും നെഗറ്റീവാണ്. അവാർഡ് വാങ്ങിക്കാൻ വിദേശത്തേക്ക് പോയ വ്യക്തി
ഇനി തിരിച്ചു വരുമ്പോ തലകുനിച്ച് വരേണ്ട ഗതികേടിലേക്ക് എത്തിയില്ലേ? നരേന്ദ്രമോദി വിദേശത്തേക്ക് പോകുമ്പോ ഇവിടെ വിളിച്ചു കൂവിയതാ, കുറുക്കന്മാരെ പോലെയും കൊരങ്ങന്മാരെ പോലെയും വിളിച്ചു കൂവിയത്. അങ്ങനെ പലതും നേടിയിട്ടാ വന്നത്. ഇവിടെ എന്ത് നേടിയിട്ടാ വന്നത്? ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഓർമ്മിക്കുക, ത്രേതായുഗത്തിലെ രാമായണം ഇന്നുമുണ്ട്. ദ്വാപരയുഗത്തിലെ പുരാണങ്ങളും മഹാഭാരതവും ഭഗവത്ഗീതയും ഇന്നുമുണ്ട്. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഔറംഗസീബിനെ പോലെ ഉള്ള ഒരു കൊലയാളി, സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ പോലെയുള്ള വേറൊരു കൊലയാളിയാണ് ഔറംഗസീബ്. 186 ദിവസം വാരണാസി ക്ഷേത്രത്തിന്റെ മുമ്പിൽ അഗ്നികുണ്ഡത്തിൽ കത്തിച്ചിട്ടും ഇവിടുത്തെ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലാതെയായില്ല. അതൊക്കെ ഇന്നുമുണ്ട്, ഇന്നും വായിക്കുന്നവരുണ്ട്. മാതൃഭൂമി പണ്ട് എഴുതി ഈ രാമായണ മാസം ആചരിക്കുന്നത് വർഗീയതയുടെ പരമകാഷ്ഠയിലെത്താനാണെന്ന്. ഇന്ന് മാതൃഭൂമി പേപ്പറിൽ രാമായണ മാസം തുടങ്ങിയാൽ രാമായണത്തെക്കുറിച്ചുള്ള എഴുത്തുണ്ട്. ഒരു വലിയ പാരഗ്രാഫ് ഉണ്ട്. മനോരമയിലും അതുണ്ട്. മനോരമ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് രാമായണം വായിക്കുന്നതിൽ. എതിർത്തിരുന്നവരാ. വൈക്കം വിശ്വം രാമായണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന തെറി എത്രയോ അറിയോ? കുഞ്ഞിക്കണ്ണൻ പറഞ്ഞിരിക്കുന്ന തെറി എത്രയോ അറിയോ? ഇവരൊക്കെ ഈ രാമായണ സെലിബ്രേഷനിലേക്ക് തിരിച്ചു വരണ്ടേ? ഈ പറഞ്ഞതിന് മുഴുവനും എതിരെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ഗതികേട് ചിന്തിച്ചു നോക്കാം. വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇനി രാമായണത്തെ വിചിത്രമായിട്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ അതും ഒരാൾ വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. അതും ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പൊ നിങ്ങൾ ഒന്ന് മാത്രം നോക്കുക. ഈ രാമായണത്തെയും ശ്രീകൃഷ്ണനെയും രാമനെയും സീതയെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെയും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളുള്ള ഗ്രന്ഥങ്ങളെയൊക്കെ അവഹേളിച്ച് ചതച്ച് തമസ്കരിച്ച് നശിപ്പിച്ച വ്യക്തികൾ അതിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട ഗതികേടിന്റെ പരമകാഷ്ഠയിലെത്തുന്നു. ഇവരെ എന്ത് പേരിലാ വിളിക്കുക? രാഷ്ട്രദ്രോഹികളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരോ എന്ത് വിളിച്ചാലും സംസ്കാര ദ്രോഹികളായവർക്ക് ഇപ്പോ ചുമപ്പിൽ നിന്ന് കാവിയിലേക്ക് മാറേണ്ടി വരുന്നു. ഒരുപക്ഷെ RSS പേടിച്ചിട്ടായിരിക്കും. RSS ആരെയും പ്രതിരോധിക്കാനല്ല ഇതൊക്കെ തുടങ്ങിയത്. വിശ്വ ഹിന്ദു പരിഷത്തും ആരെയും പ്രതിരോധിക്കാനല്ല തുടങ്ങിയത്. നിങ്ങൾ ഇതൊക്കെ തുടങ്ങുന്നത് ആരൊക്കെയോ എതിർത്തിട്ടാണ്. സെർച്ചിങ് ഫോർ ദ ബ്ലാക്ക് കാറ്റ് വിച്ച് ഈസ് നോട്ട് ദർ ഇൻ ദ ഡാർക്ക് റൂം. ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പിക്കൊണ്ട് നടക്കുക നിങ്ങളൊക്കെ. ഒന്ന് ഉറപ്പാ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വരും എന്ന് ഞാൻ ഇന്ന് രാവിലത്തെ റെക്കോർഡിങ്ങിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ വരാതിരിക്കില്ല. നിങ്ങളുടെ ഇസവും നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ തകിട് പൊടിയാക്കിയിട്ട് അടിച്ച് മണ്ണിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടവര് ഇന്ന് കേരളത്തിലെ ചിലരുടെ ഫ്ലക്സുകളിൽ മാത്രമേ ഈ മാർക്സും ഏംഗൽസും ലെനിനും സ്റ്റാലിനും തുടങ്ങിയ മഹാകൊലയാളികൾ ജീവിക്കുന്നുള്ളൂ. മനസ്സിൽ ജീവിക്കുന്നവരാ. രാമനും രാമായണം എഴുതിയവരും കൃഷ്ണനെ കുറിച്ച് എഴുതിയവരും ഒക്കെ തിരിച്ചറിയാൻ വൈകിപ്പോയി. എന്നാലും ബാക്കിയുള്ളവർക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. അന്ത്യശ്വാസത്തിൽ വായിൽ വെള്ളവും വായിക്കരിയും ഇടുന്നതിന് മുമ്പ് തിരിച്ചറിഞ്ഞല്ലോ. നന്നായി. പ്രണാമം. നമസ്കാരം.